ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ കോമ്പൗണ്ട്സിലേക്ക് എൻ്റർ ചെയ്യാം. ഗ്രൂപ്പ് 14 കോമ്പൗണ്ട്സിലേക്ക് എൻ്റർ ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ്. കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. കാർബണിൻ്റെ അലോട്രോപ്സ് ശ്രദ്ധിക്കുക. കാർബണിന് മെയിൻലി 3 അലോട്രോപ്സ് ആണ്: ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറിൻ. ദീസ് 3 ആർ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്: ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറിൻ. മെനി അമോർഫസ് അലോട്രോപ്സ് ഉണ്ട്: ചാർക്കോള്, കോള്, കോക്ക്, എക്സെട്ര. ഇമ്പോർട്ടൻ്റ്, നമുക്ക് NCERT ഡിസ്കസ് ചെയ്ത പോയിന്റ്സിലൂടെ തന്നെ പോവാം. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഡയമണ്ട്. ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊന്ന് പറയാൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഗ്രാഫൈറ്റ്. ജെയ് മീൻസ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ഞാൻ NCERTൻ്റെ പുറത്തുനിന്ന് കുറച്ച് പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് മാത്രം. ഗ്രാഫൈറ്റ് 2 ടൈപ്പ് ഉണ്ട്: ആൽഫ, ബീറ്റ. ഡിപ്പെൻഡ്സ് ഓൺ ദർ അറേഞ്ച്മെന്റ്. AB ആണെങ്കിൽ ആൽഫ, ABC പാറ്റേൺ ആണെങ്കിൽ ബീറ്റ. 2 ടൈപ്പ് ഗ്രാഫൈറ്റ് ഉണ്ട്: ആൽഫ ഗ്രാഫൈറ്റും ബീറ്റ ഗ്രാഫൈറ്റും. AB ആൽഫ, ABC ബീറ്റ. പാക്കിങ്ങിൻ്റെ പാറ്റേൺ ആണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ട്. ഇതാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ. NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ലെയർ ലൈക്ക് സ്ട്രക്ചർ, ഹെക്സഗണൽ സ്ട്രക്ചറാണ്. ഹെക്സഗണൽ പ്ലനാർ, പ്ലെയിനിൽ ഹെക്സഗൺ. സോ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞോളാം. ഹെക്സഗണൽ പ്ലനാർ ലെയർ ലൈക്ക് സ്ട്രക്ചർ. ഹെക്സഗണൽ പ്ലനാർ ലെയർ ലൈക്ക് സ്ട്രക്ചർ. ഒരു പ്ലെയിനിൽ ഹെക്സഗൺ, അടുത്ത പ്ലെയിനിൽ ഹെക്സഗൺ, 2 പ്ലെയിനിൽ ഹെക്സഗൺ. അതിനിടയിൽ എന്താണുള്ളത്? വാണ്ടർവാൾ ഫോഴ്സസ് ആണ്. വാണ്ടർവാൾ ഫോഴ്സസ്. ഈ ലെങ്ത്, ഈ വാണ്ടർവാൾ ഫോഴ്സ്, ഈ ബോണ്ട് ലെങ്ത് 340 പൈക്കോമീറ്റർ. ഗ്രാഫൈറ്റിൽ ലെയറുകൾക്കിടയിലുള്ള ദൂരം 340 പൈക്കോമീറ്റർ ആണ് ഗ്രാഫൈറ്റിൽ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലെയർ 340 പൈക്കോമീറ്റർ. റൈറ്റ്? ഓക്കെ, അത് കിട്ടി. ദെൻ നെക്സ്റ്റ് ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത. ഗ്രാഫൈറ്റ് അനൈസോട്രോപ്പിക്. കാരണം അറിയാം, ക്രിസ്റ്റലൈൻ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക്. അതൊരു ചോദ്യം വന്നതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള പോയിന്റ്. കാർബൺ ലെങ്ത് ഷാർപ്പാണ്, 141.5 പൈക്കോമീറ്റർ. റീസൺ ഇവിടെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ, ഗ്രാഫൈറ്റിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ മാർക്ക് ചെയ്യണം. ഗ്രാഫൈറ്റിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം, sp2 ആണ്. So each carbon contain 1 unpaired electrons. That unpaired electron is delocalized throughout the carbon. So graphite is a good conductor of heat and electricity. അതുകൊണ്ട് ഗ്രാഫൈറ്റിലെ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ട് അല്ല. They have partial double bond character. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു 141.5 പൈക്കോമീറ്റർ. ഈ ലെങ്ത് കാർബൺ, ഈ ലെങ്ത് 340 പൈക്കോമീറ്റർ. ദിസ് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപ്സ്. അലോട്രോപ്പിൽ ഏറ്റവും സ്റ്റേബിൾ ആണ് ഗ്രാഫൈറ്റ്. സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0. നോട്ട് ചെയ്ത് വെക്കണം. സ്റ്റേബിൾ അലോട്രോപ്സ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0. സ്റ്റേബിൾ അലോട്രോപ്സ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0. അതുപോലെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. സോ നെക്സ്റ്റ് സോഫ്റ്റ് ആണ്. സോ യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കൻറ്റ്. സോഫ്റ്റ് ആണ്, ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്, സോ യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കൻറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ, കാർബൺ ബോണ്ട് ലെങ്ത്, ലെയർ ലൈക്ക് സ്ട്രക്ചർ, ഹെക്സഗണൽ സ്ട്രക്ചർ. സോ അനൈസോട്രോപ്പിക് ആണ്. ഇനി ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോക്കുക. സോ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പ്രീവിയസ് ജെയ് മെയിൻസിൽ കണ്ടൊരു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ എലോങ് ദി പ്ലെയിനിൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. ഇൻ ബിറ്റ്വീൻ ദി പ്ലെയിനിൽ കണ്ടക്ടിവിറ്റി കുറവാണ്. കാരണം എയർ ഗ്യാപ്സ് ഒക്കെ വരും. ഓക്കെ, എയർ ഗ്യാപ്സ് ഒക്കെ വരുന്നതുകൊണ്ട്, എയറുകളൊക്കെ വരുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടും. ലോ കണ്ടക്ടിവിറ്റിയാണ് ഈ ലെയറുകൾക്കിടയിൽ ലോ കണ്ടക്ടിവിറ്റി, എലോങ് ഹൈ കണ്ടക്ടിവിറ്റി. റൈറ്റ്? ക്ലിയർ? ഇനി എലോങ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. ബിഹേവ്സ് ലൈക്ക് എ മെറ്റൽ. എലോങ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്നുമല്ല, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. ബിഹേവ്സ് ലൈക്ക് എ സെമി മെറ്റൽ. എലോങ് മെറ്റലിനെ പോലെയും. ദെൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബിഹേവ്സ് ലൈക്ക് എ സെമി കണ്ടക്ടർ. ഓക്കെ,
ബിഹേവ്സ് ലൈക്ക് എ സെമി കണ്ടക്ടർ. നിങ്ങൾക്കറിയാം സെമി കണ്ടക്ടർ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും, മെറ്റൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ഗ്രാഫൈറ്റ്. ക്ലിയർ? എല്ലാ പോയിന്റും നോട്ട് ചെയ്യുക. ജസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിന്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡയമണ്ടിലോട്ട് പോവാം. ഗ്രാഫൈറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ ഞാൻ ഡയമണ്ടിലോട്ട് പോയി. വീഡിയോ സ്ലോ ആക്കി നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകണം. കുറേ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ എഴുതി പോകുന്നു. ഡയമണ്ടിന്റെ സ്ട്രക്ചർ അറിയാലോ, sp3 ആണ് കാർബൺ. ഹിയർ ദ കാർബൺ ഈസ് sp3. ഓക്കെ, ഒരു കാർബണിനെ ബോണ്ട് ചെയ്ത് 4 വേറെ കാർബൺസ്. കാർബൺ ലെങ്ത് 154 പൈക്കോമീറ്റർ, 154 പൈക്കോമീറ്റർ. ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ്, ഹാർഡസ്റ്റ് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസ് ഏതാണ്? നോർബിയ എന്ന് പറയും. ബൊറോണിന്റെ ഒരു കോമ്പൗണ്ടാണ് നോർബിയ. ബൊറോൺ കാർബൈഡ് ആണ്. നോർബൈഡ് അല്ലെങ്കിൽ നോർബിയ എന്നൊക്കെ വിളിക്കും. ബൊറോൺ കാർബൈഡ് ആണ് ഹാർഡസ്റ്റ് നാച്ചുറൽ അല്ല, ഹാർഡസ്റ്റ് ആർട്ടിഫിഷ്യൽ. ദിസ് ഇസ് ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ്. ഹിയർ 3-dimensional സ്ട്രക്ചർ ആണ്, 3D സ്ട്രക്ചേഴ്സ് ആണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, ഹൈ ഡെൻസിറ്റി ഒക്കെ കൂടുതലാണ്, വെരി ഹൈ ആണ് ഡ്യൂ ടു ദിസ് ലെയർ ലൈക്ക് സ്ട്രക്ചർ, ഹാർഡസ്റ്റ് 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ. ദെൻ ഗ്രാഫൈറ്റ് നമുക്ക് ഡയമണ്ട് ആക്കാം. എന്ത് ചെയ്താൽ മതി? ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കൊടുത്ത് ഗ്രാഫൈറ്റ് ക്യാൻ കൺവേർട്ടഡ് ഇൻ ടു ഡയമണ്ട്. ഇതെങ്ങനെയാണ്? ഡെൻസിറ്റി കമ്പാരിസൺ വെച്ചാൽ നമ്മൾ ലാഷാറ്റിൽ പ്രിൻസിപ്പിൾ വെച്ചാണ് ഞാൻ ഈ കണ്ടീഷൻസ് പറഞ്ഞത്. അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാൻ. കണ്ടീഷൻസ് പഠിക്കുക. ഗ്രാഫൈറ്റ് ടു ഡയമണ്ട്, ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ. ഡെൻസിറ്റി ആർക്കാ കൂടുതൽ? ഡയമണ്ടിനാണ്. ഡെൻസിറ്റി കൂടുമ്പം വോള്യം കുറയും. റൈറ്റ്. ദെൻ ഇൻ ഡയമണ്ട് കാർബൺ കിടക്കുന്നത് എവിടെയാണ്? ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ് കാർബൺ. ഡയമണ്ടിൽ കാർബൺ പ്ലേസ്ഡ് ഇൻ ടെട്രാഹെഡ്രൽ വോയിഡ്സ്. നിങ്ങൾ സോളിഡ് സ്റ്റേറ്റിൽ ഡയമണ്ടിന്റെ സ്ട്രക്ചർ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡയമണ്ടിൽ കാർബൺ കിടക്കുന്നത് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. ഓക്കെ, ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ നോർമലി പറയാറുണ്ട് ഡയമണ്ടിനെ പറ്റി, ഡയമണ്ട് എന്തല്ല, കണ്ടക്ടർ അല്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഡയമണ്ട് കണ്ടക്ടർ അല്ല. ആരെ കണ്ടക്ടർ അല്ല? ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടർ അല്ല, ബട്ട് ഹീറ്റിന്റെ കണ്ടക്ടറാണ്. ഡയമണ്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യും, ബട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് ഡയമണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് ഫുള്ളറിനിലേക്ക് പോവാം. ഫുള്ളറിൻ കണ്ടെയ്ൻ. ഫുള്ളറിനിൽ 60 മുതൽ 350 വരെ കാർബൺ ഉണ്ട്. 60 മുതൽ 350 കാർബൺ ഉള്ള ഒരു കാർബണിന്റെ അലോട്രോപ്സ് ആണ് ഫുള്ളറിൻ. അതിൽ 60 കാർബൺ ആണെങ്കിൽ ഫുട്ബോളിന്റെ സ്ട്രക്ചർ, സോക്കർ ബാളിന്റെ സ്ട്രക്ചർ, സോ കാൾഡ് ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ. 70 ആണെങ്കിൽ നമ്മൾ റഗ്ബി ബാൾ പോലെ, ഈ ഒരു ഷേപ്പ് റഗ്ബി, ഇത് ഫുട്ബോൾ പോലെ, ഈ റഗ്ബി ബാൾ പോലെയാണ് 70ന്റെ സ്ട്രക്ചർ. ഓക്കെ, ദെൻ ഹിയർ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമാണ് ഫുള്ളറിൻ. അതിന് കാരണം ഫുള്ളറിൻ്റെ സ്ട്രക്ചറിൽ ആബ്സെൻസ് ഓഫ് ഡാംഗ്ലിംഗ് ബോണ്ട്, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിടക്കുന്ന ബോണ്ടുകളില്ല. ഗ്രാഫൈറ്റും ഡയമണ്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഓരോ ബോണ്ടുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. അവരായിട്ട് ആര് റിയാക്ട് ചെയ്യും? എയറൊക്കെ റിയാക്ട് ചെയ്യും. പക്ഷെ ഇവരിങ്ങനെ കേജ് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് ഡാംഗ്ലിംഗ് ബോണ്ട് ഇല്ല. അതുകൊണ്ട് അവരെന്താണ്? പ്യുവറസ്റ്റ് ഫോമാണ്, ലീസ്റ്റ് സ്റ്റേബിൾ. ഹിയർ NCERT ബുക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇവരെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പ്ലസ് 37 കിലോ ജൂൾ അറൗണ്ട് വരുന്നുണ്ട്. ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിളാണ്. മോസ്റ്റ് സ്റ്റേബിൾ ഗ്രാഫൈറ്റ്, ലീസ്റ്റ് സ്റ്റേബിൾ ഫുള്ളറിൻ. മോസ്റ്റ് പ്യുവറസ്റ്റ് ഫോം ഫുള്ളറിൻ ആണ്. ഇതിൽ 2 ടൈപ്പ് കാർബൺ ബോണ്ട് വരുന്നുണ്ട്. അതൊരു ചോദ്യമായിരുന്നു. 2 ടൈപ്പ് കാർബൺ ബോണ്ട് കാണുന്ന കാർബണിന്റെ അലോട്രോപ്സ് ആണ് ഫുള്ളറിൻ. ദെൻ കാർബണിന്റെ അലോട്രോപ്സിൽ ഹിയർ അരോമാറ്റിക് ആണ്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറാണ്. 2 ലെങ്ത്തുകളുണ്ട്. കാർബണിന് 2 ലെങ്ത്തുകൾ കാണാം. ബുക്ക് നോക്കി ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കണം. 2 ലെങ്ത്ത് കാണാം. സോ 2 ടൈപ്പ് ഓഫ് ബോണ്ട് കാണുന്നുണ്ട്. ദെൻ ഈ കോമ്പൗണ്ടിനെ ഇനോർഗാനിക് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്താൽ, ഫുള്ളറിനെ ഇനോർഗാനിക് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്താൽ ടു ഗെറ്റ് കളേർഡ് സൊല്യൂഷൻ. ആൻഡ് ഫൈനലി ഹൈബ്രിഡൈസേഷൻ sp2. ഇനി C60 ഫുള്ളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 60 ഫുള്ളറിൽ ടോട്ടൽ 32 റിംഗ് ഉണ്ട്. 32 റിംഗ്. ഈ 32 റിംഗിൽ 20 ഹെക്സഗണൽ റിംഗും 12 പെന്റഗണൽ റിംഗും, 6 കാർബണിലെ 20 റിംഗും 5 കാർബണിലെ 12 റിംഗും.
hexagonal ring connected to hexagon and pentagon. 6 carbon membered ring connected to 6 membered and 5 membered. But 5 membered only connected to 6 membered. 5 6നോട് കണക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, 6 5നോടും കണക്ട് ചെയ്തിട്ടുണ്ടാകും, 6 6നോടും കണക്ട് ചെയ്തിട്ടുണ്ടാകും. ടോട്ടൽ ഔട്ട് ഓഫ് 32, 20 plus 12, 20 hexagon, 12 pentagonal ring. These are the important properties of allotropes of carbon. ഇതുപോലെ തന്നെ കാർബണിൻ്റെ 2 ഓക്സൈഡ്സ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞ ജസ്റ്റ് പോയിന്റുകൾ മാത്രം പറഞ്ഞൊന്ന് പോവാം. കാർബണിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ഓക്സൈഡുകൾ ഏതൊക്കെ? കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. ഓക്കെ, ശ്രദ്ധിക്കുക. കാർബൺ മോണോക്സൈഡ് ഞാൻ ആദ്യം പറയാം. കാർബൺ മോണോക്സൈഡ് എങ്ങനെ ഫോം ചെയ്യുക? കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യാൻ 2 റീസൺസ്. ഒന്ന്, കാർബണിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ. കാർബണിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ടു ഗെറ്റ് കാർബൺ മോണോക്സൈഡ്. അല്ലെങ്കിലോ ഹൈഡ്രോ കാർബണിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ടു ഗെറ്റ് കാർബൺ മോണോക്സൈഡ്. ഒന്നുകിൽ കാർബൺ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ഇൻകംപ്ലീറ്റ് കമ്പഷൻ്റെ റിസൾട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സൈഡാണ് കാർബൺ മോണോക്സൈഡ്. സെക്കൻഡ്, കാർബൺ മോണോക്സൈഡിനെ ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നത് ഫോമിക് ആസിഡിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. സൾഫ്യൂരിക് ആസിഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. വാട്ടറിനെ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് സൾഫ്യൂരിക് ആസിഡ്. എന്നൊരു 100 ഡിഗ്രി 373 കെൽവിനിലെടുത്ത് ഹീറ്റ് ചെയ്താൽ ഇതിൽ നിന്നും വാട്ടർ റിമൂവ് ആയി ടു ഗെറ്റ് വാട്ടർ പ്ലസ് കാർബൺ മോണോക്സൈഡ്. വാട്ടർ പ്ലസ് കാർബൺ മോണോക്സൈഡ്. പക്ഷെ തിരിച്ച് കാർബൺ മോണോക്സൈഡിലോട്ട് വാട്ടർ ആഡ് ചെയ്താൽ ഈ കോമ്പൗണ്ട് കിട്ടില്ല. ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ വാട്ടറും കാർബൺ മോണോക്സൈഡും കിട്ടും. പക്ഷെ കാർബൺ മോണോക്സൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ ഈ കോമ്പൗണ്ട് കിട്ടില്ല. റീസൺ, കാർബൺ മോണോക്സൈഡ് ഈസ് നോട്ട് ആൻ അസിഡിക്. കാർബൺ മോണോക്സൈഡ് ഈസ് ന്യൂട്രൽ. കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്, അസിഡിക് അല്ല. അസിഡ് കോമ്പൗണ്ടിലേക്കാണ് വാട്ടർ ആഡ് ചെയ്താൽ ആസിഡ് കിട്ടുക. ഇത് ആസിഡാണ്, ഫോമിക് ആസിഡാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വാട്ടർ ആഡ് ചെയ്താൽ ഈ കോമ്പൗണ്ട് കിട്ടില്ല. ക്ലിയർ? സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷൻസ്. പിന്നെ നമുക്ക് എന്ത് പറയാം പ്രിപ്പറേഷൻസിൽ ഏതൊക്കെ പറയാം? നിങ്ങൾ ഹൈഡ്രജനിൽ പഠിച്ച വാട്ടർ ഗ്യാസ് കോൾഡ് ഗ്യാസിഫിക്കേഷൻ. എന്താ കോൾഡ് ഗ്യാസിഫിക്കേഷൻ? കാർബൺ കോക്ക് എടുത്തിട്ട് കോക്കിലേക്ക് സ്റ്റീം പാസ് ചെയ്യുക 1273 കെൽവിൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് ടു ഗെറ്റ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രോജൻ. ദിസ് ഇസ് കോൾഡ് എന്താ വിളിക്കുക? സിൻഗ്യാസ്, വാട്ടർ ഗ്യാസ്. അതർ നെയിം ബ്ലൂ ഗ്യാസ്, ബിക്കോസ് കാർബൺ മോണോക്സൈഡിൻ്റെ ഫ്ലെയിമിൻ്റെ കളർ ബ്ലൂ ആ. സോ കാൾഡ് ബ്ലൂ ഗ്യാസ്. ഇതിന് പകരം ഈ സ്റ്റീമിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? എയറിന് എടുത്താലോ? ദെൻ ഹിയർ സ്റ്റീമിന് പകരം ഞാൻ എയറിന് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? സോ കാർബൺ പ്ലസ് എയർ. സെയിം കണ്ടീഷൻസ്, nickel catalyst to get carbon monoxide plus nitrogen. This mixture is called producer gas. This mixture is syngas, water gas. This is called producer gas. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഹൈഡ്രജൻ ആണെങ്കിൽ സിൻഗ്യാസ് എന്നും നൈട്രോജൻ ആണെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസ് എന്നും പറയും. രണ്ടും പ്രിപ്പയർഡ് ഫ്രം കോക്ക് ഓർ കോൾ. ദെൻ വൺ ഫ്രം സ്റ്റീമിനായിട്ട് ട്രീറ്റ് ചെയ്യുക, അതർ എയറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, കാർബൺ മോണോക്സൈഡിന് നിങ്ങൾക്കറിയാം കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ. ഞാൻ വീണ്ടും പറയുന്നു ന്യൂട്രൽ. ആകെ 3 ന്യൂട്രൽ ഓക്സൈഡ്സ് ആണുള്ളത്: കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ മോണോക്സൈഡ്, ലോഫിംഗ് ഗ്യാസ്. ദീസ് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് ന്യൂട്രൽ ഓക്സൈഡ്സ് ഇൻ നോൺ മെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രൽ ഓക്സൈഡ്. ഈ 3 പേര് മാത്രമേ ന്യൂട്രൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ, റെഡി. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രത്യേകത, കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ഏജൻറ്റാ. വൈ? ഒരു ഓക്സിജൻ അവർക്ക് സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് ആകാം. അതുകൊണ്ട് നമ്മൾ ഈ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ അയണിൻ്റെ എക്സ്ട്രാക്ഷനിൽ സിങ്കിൻ്റെ എക്സ്ട്രാക്ഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ യൂസ് ചെയ്യാം. ഇയാൾ എന്തായിട്ട് മാറും? Fe+ കാർബൺ ഡയോക്സൈഡ്.
Zn plus carbon dioxide. Okay. This is reducing agent used in metallurgical process. And final point, carbon monoxide structure നോക്കൂ. ഇതാണ് കാർബൺ മോണോക്സൈഡിൻ്റെ സ്ട്രക്ചർ. ഹിയർ കാർബണിൻ്റെ ചാർജ് -1 ഓക്സിജൻ്റെ ചാർജ് +1 ഈസ് ഫോർമൽ ചാർജ്. ഈ കാർബൺ മോണോക്സൈഡ് പോയിസണസാണ്. എന്താ കാരണം? നിങ്ങൾ കാർബൺ മോണോക്സൈഡിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ലങ്സിൽ കാർബൺ മോണോക്സൈഡ് എത്തി. ഈ കാർബൺ മോണോക്സൈഡിലെ കാർബൺ ലങ്സിലെ ഹിമോഗ്ലോബിനുമായിട്ട് ഒരു കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, കോർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കും. റൈറ്റ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ മെറ്റൽ കാർബണൈൽസിലും ബാക്ക് ബോണ്ട് സിനർജിക് എഫക്റ്റ്. അപ്പോൾ മെറ്റൽ കാർബണൈൽസിൽ ഉണ്ടാകുന്ന സിനർജിക് എഫക്റ്റ് ഓർ ബാക്ക് ബോണ്ട് കൊണ്ട് ഈ മെറ്റൽ കാർബൺ ബോണ്ട് ഹാവ് ഡബിൾ ബോണ്ട് ക്യാരക്ടർ. തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ബോണ്ട് വരും. നിങ്ങൾ കോർഡിനേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും മെറ്റൽ കാർബണൈൽസ് ഡബിൾ ബോണ്ട് ക്യാരക്ടർ, അല്ലെങ്കിൽ അവിടെ പഠിക്കും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടറാണ്. Due to this double bond character, ഈ കാർബൺ മോണോക്സൈഡ് ഓക്സിജനോട് ബൈൻഡ് ചെയ്യുമ്പോൾ സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ആണുള്ളത്. അതിനേക്കാളും സ്റ്റേബിൾ അല്ലേ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. അതുകൊണ്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ 300 times സ്റ്റേബിൾ ദാൻ ഓക്സി ഹീമോഗ്ലോബിൻ. അതുകൊണ്ട് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നമ്മളെ ബോഡിയിൽ ബ്ലോക്ക് ചെയ്യപ്പെടും. ആസ് എ റിസൾട്ട് ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി വരും. അയാൾ ഫൈനലി എന്ത് ചെയ്യാം, മരിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ടാണ് നമ്മൾ നോർമലി പറയാറുള്ളത് കാർബൺ മോണോക്സൈഡ് എന്താണ്? കാർബൺ മോണോക്സൈഡ് പോയിസണസ് ആയിട്ടുള്ള സ്പീഷീസ് സബ്സ്റ്റൻസ് ആണ്. ഞാൻ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാർബൺ മോണോക്സൈഡിൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. അത് പോയിസണസ് ആണ്, കാരണം പറഞ്ഞു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ആൻഡ് ദർ പ്രിപ്പറേഷൻസ്. ദ നെക്സ്റ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ഈസ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻസ് അറിയാം. എന്താണ്? കാർബണിൻ്റെ കംപ്ലീറ്റ് കമ്പഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹൈഡ്രോകാർബൺസ് ഏത് ഹൈഡ്രോകാർബൺസും ആവാം. സോ ഹൈഡ്രോകാർബൺസ് അല്ലെങ്കിൽ കാർബൺ കംപ്ലീറ്റ് കമ്പഷൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ്. കാർബണിൻ്റെ കംപ്ലീറ്റ് കമ്പഷൻ അല്ലെങ്കിൽ കാർബൺ ഉള്ള കോമ്പൗണ്ട്സ്, ദാറ്റ് ഇസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഹൈഡ്രോകാർബൺസിലൊക്കെ കംപ്ലീറ്റ് കമ്പഷൻ്റെ റിസൾട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ്. സെക്കൻഡ് വൺ എന്താ നിങ്ങൾക്കറിയാം, കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഒരു 1270 കെൽവിനിൽ ഹീറ്റ് ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആസിഡ് ഒഴിക്കുക. ഏതെങ്കിലും ആസിഡ്, HCl സൾഫ്യൂരിക് ആസിഡോ ഏതെങ്കിലും ഒരു ആസിഡ്. ഫോർ എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഇതെന്താകും? ഈ സൾഫേറ്റും കാൽഷ്യം കൂടെ കാൽഷ്യം സൾഫേറ്റ് ആകും. റിമെയിൻസ് CO2 ഗ്യാസ് റിലീസ് ചെയ്തു. ദെൻ എക്സ്ട്രാ ഒരു ഓക്സിജനും ഈ H2ഉം കൂടെ വാട്ടറായിട്ടും പോകും. ഹിയർ HCl ആണെങ്കിലോ കാൽഷ്യം എന്തായിട്ട് പോയി? കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം Clൻ്റെ കൂടെ കാൽഷ്യം ക്ലോറൈഡ്. ഈ 2Hഉം ഒരു ഓക്സിജനും കൂടെ വാട്ടർ. റിമെയിൻസ് കാർബണേറ്റ് എന്താകും? കാർബൺ ഡയോക്സൈഡ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. റൈറ്റ്. ദെൻ കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ട്രക്ചർ അറിയാം. കാർബൺ ഡയോക്സൈഡ് നോൺ പോളാർ ആണ്, ലീനിയർ സ്ട്രക്ചർ ആണ്, sp ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബൺ ഡയോക്സൈഡ് sp ഹൈബ്രിഡൈസേഷൻ ആണ്, നോൺ പോളാർ ആണ്, ലീനിയർ ആണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അറൗണ്ട് 31 ഡിഗ്രി. സോ ലിക്വിഫയബിൾ ഗ്യാസ് ആണ്. കാർബൺ ഡയോക്സൈഡിനെ ലിക്വിഡ് ആക്കാൻ പറ്റും. സോളിഡിഫൈഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് കാൾഡ് ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡയോക്സൈഡിനെ വിളിക്കുന്ന പേര് ഡ്രൈ ഐസ്, അതർവൈസ് കാൾഡ് ഡ്രൈ കോൾഡ്. കെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, COLD അല്ല. ദേ കോൾഡ് വേറെ ലാംഗ്വേജ് ആണ്. സോ ഡ്രൈ കോൾഡ് എന്ന് വിളിക്കും. റെഫ്രിജറൻ്റ് ആയിട്ട് നമ്മൾ ഐസ്ക്രീംസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഡ്രൈ ഐസ്. അതേപോലെ സ്റ്റേജ് ഷോസിലൊക്കെ ആർട്ടിഫിഷ്യൽ സ്മോക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്രൈ ഐസ്. ദെൻ കാർബൺ ഡയോക്സൈഡിനെ പറ്റി നിങ്ങൾക്കറിയാം. കാർബൺ ഡയോക്സൈഡ് ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഓർ ദ ഗ്യാസ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ്. എന്താ കാരണം?
കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രത്യേകത, കാർബൺ ഡയോക്സൈഡിന് സൺലൈറ്റിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്ത് വെക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എർത്ത് സർഫസിലെ ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡിന് എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസ്, അതർവൈസ് കാൾഡ് ദ ഗ്യാസ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ദെൻ കാർബൺ ഡയോക്സൈഡ് അസിഡിക്ക. കാരണം എന്താ? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ് കാർബോണിക് ആസിഡ്. റെയിൻ വാട്ടറിൻ്റെ pH is equal to 5.6. അതിന് കാരണം ഡിസോൾവ്ഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ റെയിൻ വാട്ടർ. റെയിൻ വാട്ടറിൽ H2ൽ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്താൽ ദേ ഫോം H2CO3. H2CO3. കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാർബോണിക് ആസിഡ് H2CO3. So carbon dioxide is acidic. കാർബൺ ഡയോക്സൈഡ് അസിഡിക് ആണ്. കാർബൺ ഡയോക്സൈഡ് റെഡ്യൂസിങ് ഏജന്റ് അല്ല, കാരണം അതിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +4 നിൽക്കുന്നത്. സോ ദേ ഡു നോട്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ബട്ട് കാർബൺ മൊണോക്സൈഡ് എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇതാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ. ഇനി നമുക്ക് ലാസ്റ്റ് സെഷൻ ഇൻ ദിസ് ടോപ്പിക് നമുക്ക് ഒരു സിലിക്കണിൻ്റെ ഒരു 3 കോമ്പൗണ്ട്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഹെഡിങ് ആയിട്ട് പറയാം കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കൺ. കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കൺ. കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കൺ. സിലിക്കണിന്റെ ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് സിലിക്ക. സിലിക്ക. സെക്കൻഡ് ഈസ് സിലിക്കോൺ. തേർഡ് ഈസ് സിലിക്കേറ്റ്. ജസ്റ്റ് ഈ 3 ഞാനൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റിലായിട്ട് ഞാൻ എൻ്റർ ചെയ്യുന്നു ഒന്നാമത്തെ കോമ്പൗണ്ട്. 3 കോമ്പൗണ്ട്: സിലിക്ക, സിലിക്കോൺ, സിലിക്കേറ്റ്. ഓക്കെ, then our first compound is silica. Silica is called SiO2. SiO2. ഈ സിലിക്കക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. സിലിക്കൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഫോം കോഡ്സ്, 2 ക്രിസ്റ്റോബലൈറ്റ്, 2 ക്രിസ്റ്റോബലൈറ്റ്, 3 ട്രൈഡിമൈറ്റ്. This all of them exist as alpha beta alpha beta. Alpha beta ഫോമിൽ ഈ 3 എക്സിസ്റ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് അവരെ ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഇന്റർ കൺവേർട്ട് ചെയ്യാം. ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് ഇവരെ ഇന്റർ കൺവേർട്ട് ചെയ്യാം. ആൽഫ ബീറ്റ, ആൽഫ ബീറ്റ, ആൽഫ ബീറ്റ 3 ഫോംസ് ആണ്. ഇനി ഇവരെ സ്ട്രക്ചർ നോക്കാം. SiO2യുടെ സ്ട്രക്ചർ, ദെൻ ലാർജ് 3D നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. നിറയെ എന്താ ഉള്ളത്? SiO ബോണ്ടുള്ള ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചറാണ് ഇവർക്കുള്ളത്. ഓക്കെ, ഇതാണ് ഇവരുടെ സ്ട്രക്ചർ. SiO2ന്റെ സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചറിന്റെ പ്രത്യേകത 3D സ്ട്രക്ചർ. 3D സ്ട്രക്ചറാണ്, 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. സെക്കൻഡ് പോയിന്റ് ഞാൻ എഴുതി, ദിസ് ആർ കൊവാലന്റ് സോളിഡ്. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പറഞ്ഞ കൊവാലന്റ് സോളിഡ് ആണ്. കൊവാലന്റ് സോളിഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. നമ്മൾ ചോദിക്കാറും കേൾക്കാറൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഈസ് ഗ്യാസ്. കാർബൺ ഡയോക്സൈഡ് ഈസ് ഗ്യാസ്, ബട്ട് SiO2 ഈസ് സോളിഡ്. വൈ? കാർബൺ ഡയോക്സൈഡ് ഒരു മോളിക്യൂളാണ്, പക്ഷെ SiO2 ഒരു മോളിക്യൂൾ അല്ല. 3D സ്ട്രക്ചറാണ്, കൊവാലന്റ് സോളിഡ് ആണ്, സിമ്പിൾ മോളിക്യൂൾ അല്ല, ലാർജ് നെറ്റ്വർക്ക് സ്ട്രക്ചറുള്ള മോളിക്യൂളാണ്. എന്നാൽ ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ ഇയാൾ ഇനേർട്ടാണ്. ആരോട്? എയറിനോട്, ആസിഡിനോട്, ആൽക്കലിയോടൊക്കെ ഇവർ കോമൺലി ഇനേർട്ട്. വൈ? അതിന് റീസൺ ഈ SiO ബോണ്ടിന്റെ എൻതാൽപ്പി വാല്യൂസ് വേണ്ട, നമ്മൾ ജസ്റ്റ് പഠിക്കുക. SiO ദാ ബോണ്ട് എൻതാൽപ്പി ഓഫ് ദിസ് വൺ. ഈ SiO ബോണ്ടിന് വെരി ഹൈ സ്ട്രെങ്ത് ആണ്. ബോണ്ട് എൻതാൽപ്പി ഓഫ് SiO ഈസ് വെരി ഹൈ.
SI ഓടെ ബോണ്ട് എന്താൽപ്പി വെരി ഹൈ. അതുകൊണ്ട് ഈ ബോണ്ട് എന്താണ്? സ്ട്രോങ് ബോണ്ടാണ്. സ്ട്രോങ് ബോണ്ടാണ്. ഈ ബോണ്ട് സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് സോ ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് സിലിക്ക ഇനേർട്ട് ടുവേർഡ്സ് എയർ, ആസിഡ്, ആൽക്കലി എക്സെട്ര. ആൻഡ് ഫൈനൽ പോയിന്റ്, ഈ SiO2 only react with some compounds. NCERT പറഞ്ഞത് ഞാൻ ആദ്യം എഴുതി HF, 2 NaOH, ഇത്രയാണ് NCERT പറഞ്ഞത്. നമുക്കൊന്ന് പറയാം. HFുമായിട്ട് SiO2 റിയാക്ട് ചെയ്താൽ they form SiF4. വീണ്ടും നിങ്ങൾ HF ആഡ് ചെയ്താൽ they form H2 SiF6. ബുക്കിൽ ഇവിടെ വരെ പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു എക്സ്ട്രാ ഒന്നും കൂടെ പറഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഈ SiO2 കാണുന്നത് ഗ്ലാസ്സിലൊക്കെ കാണും, ഗ്ലാസ്സിൽ. അതുകൊണ്ട് HF എന്ന ആസിഡിനെ നോട്ട് സ്റ്റോർഡ് ഇൻ ഗ്ലാസി ബോട്ടിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് നോട്ട് സ്റ്റോർഡ് ഇൻ ഗ്ലാസി ബോട്ടിൽ? ഏതാണ്? HF. കാരണം റിയാക്ട് ചെയ്തിട്ട് SiF4 ആക്കും. അഗെയിൻ റിയാക്ട് ദേ ഫോം H2 SiF6. റൈറ്റ്. NaOH റിയാക്ട് ചെയ്താൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റിയാക്ഷൻസ്. ഇത് ബേസ്, ഇത് അസിഡിക്. ദേ ഫോം Na2SiO3, സോഡിയം സിലിക്കേറ്റ്. ദെൻ നിങ്ങൾ മെറ്റലർജിയിൽ പഠിച്ചിട്ടുണ്ട് അയണിന്റെ എക്സ്ട്രാക്ഷനിൽ ഇത് ഫ്ലക്സ്, ഇത് ഗ്യാങ്. ദേ റിയാക്ട് ടു ഫോം CaSiO3. ഇത് സ്ലാഗ് ആയിരുന്നു. ഇത് ബേസിക്, ഇത് അസിഡിക്. ആൻഡ് ഫൈനലി കാർബണുമായിട്ട് റിയാക്ട് ചെയ്താൽ ദേ ഫോം SiC. ദിസ് ഇസ് കാൾഡ് കാർബോറണ്ടം. എന്താ വിളിക്കുക? കാർബോറണ്ടം എന്നാണ് വിളിക്കുക. ദേ റിയാക്ട് വിത്ത് SiC ടു ഫോം കാർബോറണ്ടം. കാർബോറണ്ടം. റൈറ്റ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ഓഫ് സിലിക്ക. HF, ദെൻ CaO, NaOH, കാർബൺ. ഓക്കെ, ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. 3 ഫോമുല എക്സിസ്റ്റ് ചെയ്യുന്നത്. ലാർജ് 3D നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. കൊവാലന്റ് സോളിഡ്സ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്. ഇനേർട്ടാണ്. കാരണം ഞാൻ പറഞ്ഞു റിയാക്ഷൻസ് ഓൺലി റിയാക്ട് വിത്ത് ദീസ് സം കോമ്പൗണ്ട്സ്. ഓക്കെ, ഇത്തരം കോമ്പൗണ്ട്സിനോട് മാത്രമേ ഇവർ റിയാക്ട് ചെയ്യുന്നുള്ളൂ. റൈറ്റ്. നെക്സ്റ്റ്, സെക്കൻഡ് കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കൺ. സിലിക്കോൺ. Silicon. Right. Silicon means silicons are organosilicon polymer. Organosilicon polymer. Organosilicon polymer means they contain carbon silicon bond. CSI bond is so called organosilicon polymer. The next point, polymers repeating units. Repeating unit R2SiO is the repeating unit. Repeating unit R2SiO. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ്ലി Si പ്ലസ് CH3Cl പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ സിലിക്കണും മിഥൈൽ ക്ലോറൈഡും. ഇതിനെ നോർമലി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്. സിലിക്കണും മിഥൈൽ ക്ലോറൈഡും കോപ്പർ കാറ്റലിസ്റ്റ് 570 കെൽവിനിൽ ഹീറ്റ് ചെയ്യാം. ദെൻ ഫോം ക്ലോറിൻ, സിലിക്കൺ, ക്ലോറിൻ, CH3. ഇനി കോമൺലി ഇവിടെ CH3 പകരം RCl ആണെങ്കിൽ ഇവിടെ എന്ത് വരും? RR ഗ്രൂപ്പ്. ദെൻ ദേ അണ്ടർഗോ ഹൈഡ്രോലൈസിസ്. ഇതിനെ ഹൈഡ്രോലൈസിസ് ചെയ്യാം. ഹൈഡ്രോലൈസിസ് ചെയ്യുമ്പോൾ 2 Clന്റെ പൊസിഷനിലും OH ഗ്രൂപ്പ്, OH, SiOH, then CH3. This is the monomer. ഇതാണ് മോണോമർ. മോണോമർ. ദെൻ ആ മോണോമർ N ടൈംസ് എടുക്കുക. NOH, SiOH, CH3 undergo polymerization. Next time to get OSI, okay, CH3 groups. Okay, here repeating unit is CH3SiO. That is repeating unit is R2SiO.
റിപ്പീറ്റിംഗ് യൂണിറ്റ് ഈസ് R2SiO. ഹിയർ CH3 ഗ്രൂപ്പാണ് ഞാൻ R എടുത്തത്. സോ മിഥൈൽ ഗ്രൂപ്പാണ് SiCH3 twice O, റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. ഓക്കെ, ദെൻ ഈ ചെയിൻ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ പോളിമറിക് ഗ്രോത്ത് ചെയിൻ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് R3SiCl. then ഈ R3SiCl ഹൈഡ്രോളൈസ് ചെയ്താൽ ടു ഗെറ്റ് R3SiO. then ഈ സിലിക്കണിൻ്റെ 4 വാലൻസിയിൽ OH ആണ്, 4 വാലൻസിയിൽ 3 വാലൻസിയിൽ R ഗ്രൂപ്പും 1 വാലൻസിയിൽ OH ഗ്രൂപ്പും. then ഈ OH ഗ്രൂപ്പ് ഇവരായിട്ട് റിയാക്ട് ചെയ്ത് then ഈ 3 പൊസിഷൻ ബ്ലോക്ക് ആകും. ഈ ചെയിനിൻ്റെ 3 സൈഡ് ബ്ലോക്കായി R ഗ്രൂപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം. അതുകൊണ്ട് ചെയിൻ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് R3SiCl. then റിപ്പീറ്റിംഗ് യൂണിറ്റ് R2SiO ബോണ്ട്. then നെക്സ്റ്റ് ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, ഈ സ്ട്രക്ചറിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഹൈഡ്രോ കാർബൺ പാർട്ടാണ്. ഈ ഹൈഡ്രോ കാർബൺ പാർട്ടിൻ്റെ പ്രത്യേകത, ഹൈഡ്രോ കാർബൺ പാർട്ട്സ് ആർ നോൺ പോളാർ, ഹൈഡ്രോഫോബിക് ആണ്. നോൺ പോളാർ ആണ്, ഹൈഡ്രോഫോബിക് ആണ്, വാട്ടർ റിപ്പലിംഗ് നേച്ചറാണ്. അതുകൊണ്ട് ഈ കോമ്പൗണ്ട്സിന് നോർമലി വാട്ടർ റിപ്പലിംഗ് നേച്ചറാണ്. സോ ഗ്രീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിലിക്കോൺസ് ആണ്. അതിന് റീസൺ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത ഗ്രൂപ്പ്സ് ഹൈഡ്രോ കാർബൺസ്, വാട്ടർ റിപ്പലിംഗ് നേച്ചർ. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് സിലിക്കോൺസ്. സിലിക്കോൺ ശ്രദ്ധിക്കുക, ഓർഗാനോ സിലിക്കൺ പോളിമർ, they contain carbon silicon bond, repeating unit preparations, then chain growth stop ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്, അതെന്തുകൊണ്ട് വാട്ടർ റിപ്പലിംഗ് നേച്ചർ, ദെൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഹൈഡ്രോ കാർബൺ പാർട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിലിക്കേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സിലിക്കേറ്റ് ആണ്. സിലിക്കേറ്റ് മീൻസ് കാർബൺ ഡയോക്സൈഡും കാർബണേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ചാർജുള്ള കാർബണിൻ്റെ ഓക്സൈഡാണ് കാർബണേറ്റ്. സെയിം ആസ് ഹിയർ ചാർജുള്ള സിലിക്കണിൻ്റെ ഓക്സൈഡ്സ് ആർ കോൾഡ് സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ്സ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. സിലിക്കേറ്റ് ഒരു എക്സാമ്പിളാണ് സിയോലൈറ്റ്. ദെൻ നെക്സ്റ്റ് മൈക്ക, ദെൻ ആസ്ബറ്റോസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സിലിക്കേറ്റ്. ഇനി സിലിക്കേറ്റ് ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. ചെയിൻ സിലിക്കേറ്റ്, ഷീറ്റ് സിലിക്കേറ്റ്, 2D സിലിക്കേറ്റ്, 3D സിലിക്കേറ്റ് ഒക്കെ. ഈ സിലിക്കേറ്റിൻ്റെ ബേസിക് യൂണിറ്റ് SiO4 4-. ദാറ്റ് മീൻസ് സിലിക്കൺ ബോണ്ടഡ് ടു 4 ഓക്സിജൻ, 1 2 3 4. ഈ ടെട്രാഹെഡ്രൺ ആണിത്. അതിൽ ഈ ഓക്സിജൻ പ്രൊജക്റ്റ് അവേ, ബാക്കിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത ഓക്സിജൻ ആണിത്. സോ ഹിയർ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. സോ ഒരു ഓക്സിജൻ ഫ്രണ്ടിലോട്ട്, ഒരു ഓക്സിജൻ സൈഡിലോട്ട്, ഒന്ന് ബാക്കിലേക്കാണ്. സോ നമ്മൾ ഡയഗ്രം നോക്കുമ്പോൾ എങ്ങനെ പറയാം, ദെൻ ഒന്ന് മുന്നിലോട്ട്, ദെൻ 2 പ്ലെയിൻ ഇങ്ങനെ വെക്കാം. പ്ലെയിൻ ഓഫ് ദി ബോർഡാണിത്. സോ 1 എവേ, ഒന്ന് ബാക്കിലേക്കാണ്. ഇതാണ് സ്ട്രക്ചർ. ഈ ബാക്കിലേക്കുള്ള ബോണ്ടാണ് ഞാൻ ഈ ഡാഷ്ഡ് ലൈൻ ഇട്ട് കാണിച്ചത്. അപ്പോൾ അത് നമ്മൾ 2Dയിലേക്ക് വരക്കുമ്പം ആ ബോണ്ടിനെ കാണില്ല. അതാണ് NCERT ബുക്കിലുള്ള സ്ട്രക്ചർ. ഹിയർ സ്ട്രക്ചർ ഈസ് സെൻട്രൽ സിലിക്കൺ, ദെൻ ഓക്സിജൻ, ഓക്സിജൻ, ഓക്സിജൻ. ഹിയർ ഇവിടെ ചെറിയൊരു ഡോട്ട്. ഈ ഡോട്ടാണ് ഇവിടെ ഓക്സിജൻ ആയിട്ട് മാർക്ക് ചെയ്തത്. ഇത് സിലിക്കൺ. സോ ചാർജ് കൊടുത്താൽ മൈനസ് മൈനസ് മൈനസ്. അപ്പോൾ ഈ കാണുന്നത് ഈ ബാക്കിലേക്കുള്ള ഓക്സിജൻ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്. ഇതാണ് സിലിക്കേറ്റിൻ്റെ ബേസിക് യൂണിറ്റ്. ദിസ് SiO4 മൈനസ് ഈസ് കാൾഡ് ഓർത്തോസിലിക്കേറ്റ്. ഓർത്തോസിലിക്കേറ്റ്. ഇനി NCERT ഇത്ര പറയുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 2 പോയിന്റ് കൂടെ എക്സ്ട്രാ പറയാം. സിലിക്കേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഏതൊക്കെയാണ്? ഓർത്തോസിലിക്കേറ്റ് ഞാൻ വരച്ചു തന്നു, അതാണ് ഓർത്തോസിലിക്കേറ്റ്. ദെൻ പൈറോസിലിക്കേറ്റ്. പൈറോസിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോ പ്ലസ് ഓർത്തോ, 2 ഓർത്തോനെ ആഡ് ചെയ്യാം, എന്നിട്ട് ഹീറ്റ് ചെയ്തിട്ട് പൈറോ ഫോം ചെയ്യാം. പൈറോ. സോ ഹിയർ പൈറോയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് SiO7 6-. ദിസ് ഇസ് കാൾഡ് പൈറോസിലിക്കേറ്റ്. Si2O7 6- is called pyrosilicate. Pyrosilicate. Then cyclic silicate. Next, cyclic silicate. Cyclic silicate
Cyclic silicate in the structure. Cyclic silicate SiO3N2N minus is called cyclic silicate. SiO3N times 2N minus is called cyclic silicate. അപ്പോൾ പൈറോസിലിക്കേറ്റ് ആയി, ഓർത്തോസിലിക്കേറ്റ് ആയി, സൈക്ലിക് സിലിക്കേറ്റ് ആയി. ദെൻ നമുക്ക് ഒരു സിലിക്കേറ്റും കൂടെ പറയാം, 2D സിലിക്കേറ്റ്. 2D സിലിക്കേറ്റ് 2D സിലിക്കേറ്റ് ആണെങ്കിൽ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. 2D സിലിക്കേറ്റിന്റെ ഫോം Si2O5N2N minus is called 2D silicate. Then 3D silicate is called silica. 3D silicate ne vilikkunna perana silica. Nammal varacha SiO2 യുടെ structure 3 dimensional silicate, so called silica. Silicates different types ആണ്, pyro, ortho, pyro, cyclic, 2D silicate, 3D silicate. These are the important silicates. And finally നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് zeolite ആണ്. ഫൈനൽ ലാസ്റ്റ് പോയിന്റ്, zeolite. Zeolite means 3D silicate ആണ് zeolite. 3D ആണ്, 3D silicate ആണ് zeolite. നമ്മൾ നേരത്തെ SiO യുടെ സ്ട്രക്ചർ വരച്ചു, നിറയെ SiO ബോണ്ട്. ഓക്കെ, ഈ SiO യുടെ സ്ട്രക്ചേഴ്സിൽ സം സിലിക്കൺ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ അലൂമിനിയം. ഇവിടുന്ന് ഈ സിലിക്കണിനെ ഞാൻ മാറ്റുന്നു, ഈ സിലിക്കണിനെ മാറ്റി ഇങ്ങോട്ട് അലൂമിനിയം വന്നു. പോയ സിലിക്കൺ Si4+ വന്ന അലൂമിനിയം Al3+. As a result, this whole structure get a negative charge. How? പോയ സിലിക്കൺ 4+ ആണ്, വന്ന അലൂമിനിയം 3+ ആണ്. ഒരു അലൂമിനിയം എന്നാൽ ഒരു ചാർജ്, രണ്ട് അലൂമിനിയം ആണെങ്കിൽ രണ്ട് ചാർജ്. സോ ചാർജ് കിട്ടി, ചാർജ് ഉണ്ടെങ്കിൽ ദിസ് കോൾഡ് സിലിക്കേറ്റ്. ഈ ചാർജിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ പുറത്തൊരു മെറ്റൽ കൊണ്ടുവന്നു. ഈ മെറ്റൽ ഏതൊക്കെ ആവാം? സോഡിയം ആവാം, പൊട്ടാസ്യം ആവാം, കാൽഷ്യം ആവാം. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം. ഓക്കെ, ദിസ് ഹോൾ സ്ട്രക്ചർ ഈസ് കാൾഡ് zeolite. Zeolite is simply aluminosilicate. This is called aluminum ulla silicate is called aluminosilicate. പുറത്താറുണ്ട് മെറ്റൽ. ഓക്കെ, സോഡിയം or potassium or calcium aluminosilicates are called zeolites. അപ്പോൾ zeolites are sodium, potassium, aluminosilicates. zeolite നെ യൂസ് ചെയ്യുന്നത് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ. Zeolites are shape selective catalyst ആണ്. പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോകാർബൺസിൻ്റെ ക്രാക്കിങ്ങിനാണ് ജനറലി യൂസ് ചെയ്യുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് സിയോലൈറ്റ് ആണ് ZSM5. An important zeolite. Conversion of gasoline into alcohol. ഗ്യാസുലിനെ ആൽക്കഹോൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിയോലൈറ്റ് ആണ് ZSM5. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്പർ 1, ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. ബക്മിൻസ്റ്റർ ഫുള്ളറിനീസ് 4 ഓപ്ഷൻസ് ആണ്, നോക്കൂ. ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ദെൻ തേർഡ് ഓപ്ഷൻ C60, ദെൻ കോഡ്സ്. അറിയാം ബക്മിൻസ്റ്റർ ഫുള്ളറിൻ ഏതാണ്? C60 ആണ് ബക്മിൻസ്റ്റർ ഫുള്ളറിൻ. ദെൻ നെക്സ്റ്റ്, ഇൻ ഗ്രാഫൈറ്റ് കാർബൺ ആറ്റം ഇൻ അറിയാലോ sp2, ഡയമണ്ട് ആണെങ്കിൽ sp3. ദെൻ തേർഡ് ക്വസ്റ്റ്യൻസ്, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കൂ. ഒന്നാമത്തെ ഓപ്ഷൻ, ഗ്രാഫൈറ്റ് ഈസ് തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപ്പ് ഓഫ് കാർബൺ. ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്, കറക്റ്റ്. 2, അതർ ഫോം ഓഫ് എലമെൻ്റൽ കാർബൺ ലൈക്ക് കോക്ക്, കാർബൺ ബ്ലാക്ക്, ചാർക്കോൾ ആർ impure forms of graphite. അതോടെ നിൽക്കട്ടെ. മൂന്നാമത്തെ ഓപ്ഷൻ, all allotropes of carbon have thermodynamically same stability. Then most stable graphite, പിന്നെ diamond, പിന്നെ fullerene, least stable fullerene. Here പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും സെയിം സ്റ്റെബിലിറ്റി. is a wrong statement or incorrect statement. Charcoal and coke obtained by heating wood in absence of air. ശരിയല്ലേ? ചാർക്കോളും കോക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത് വുഡിനെ
ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്തിട്ട്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്ക്. അതർ ഫോം ഓഫ് എലമെന്റൽ കാർബൺ ലൈക്ക് കോക്ക്, കാർബൺ ബ്ലാക്ക്, ചാർക്കോൾ ആർ ഇംപ്യൂർ ഫോം ഓഫ് ഗ്രാഫൈറ്റ്. റൈറ്റ്, ഇംപ്യൂർ ഫോംസ് ഓർ അമോർഫസ് ഫോംസ് ആണ്. amorphous form of carbon ആണ്, that is impure form of graphite. So incorrect statement is option C. Option C. Right. Then next question നോക്കൂ, ഒരു table ആണ്. Match the column 1 with column 2 and mark the appropriate. Coal gas അറിയാം. Coal gas ഏതാണ്? Syngas ഏതാ? Syngas. ഓപ്ഷൻ ബി നമുക്ക് അറിയുന്ന ആദ്യം നോക്കാം. Syngas means carbon monoxide plus hydrogen. B1 ആണ്. B1. Producer gas carbon monoxide plus nitrogen. C4 ആണ്. Natural gas methane ആണ്. Then coal gas means hydrogen, methane plus carbon monoxide is called coal gas. The next, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കൂ. Complete the following reaction. SiO2 plus NaOH, SiO2 plus HF, Si plus 2CH3Cl. നമ്മൾ ഡിസ്കസ് ചെയ്ത് തൊട്ട് മുന്നേ SiO2 plus NaOH എന്താ? Na2SiO3. SiO2 plus HF എന്താ? ഫസ്റ്റ്ലി SiF4 and finally Si plus 2CH3Cl copper powder 573 Kelvin, CH3 twice SiCl2. Then the correct answer is option D. Na2SiO3 ആദ്യം HF 4 HF ഉണ്ട്, 4 HF ആണുള്ളത്. കറക്റ്റ്. എന്നാൽ ഓപ്ഷൻ ആപ്പിൾ 4 HF ആണെങ്കിൽ SiF4, again CH3 twice SiCl2, again 6 HF ആണെങ്കിൽ H2 SiF6. Here 4 HF ആണ്. So correctly option apple is the correct answer. Correct answer option apple. Okay. Next, a type of zeolite used to convert alcohol into gasoline. ആൽക്കഹോളിനെ gasoline ആക്കാൻ യൂസ് ചെയ്യുന്ന zeolite ഏത് ടൈപ്പ് ആണ്? Then options നോക്കൂ. Options A. Option A is zeolite A, zeolite L, zeolite beta, ZSM5. Already അറിയാം, that is ZSM5 ആണ്. Then next, which oxide can act as reducing agent? താഴെ തന്നതിൽ ഏത് ഓക്സൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്? ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ബാക്കി എല്ലാ ഓക്സൈഡിലും ആ എലമെന്റ് അവരുടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അവർക്ക് കൂടാനുള്ള ചാൻസ് കുറവാണ് അല്ലേ? മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡേ ഉള്ളൂ. കാർബൺ മോണോക്സൈഡ് എന്താകാൻ പറ്റും? കാർബൺ ഡയോക്സൈഡ് ആകാൻ പറ്റും. ദേ അണ്ടർഗോ ഓക്സിഡേഷൻ, സോ ദേ ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. വീണ്ടും പറയുന്നു, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നന്നായിട്ട് വായിക്കുക, ടേബിൾസ് ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിൽ പെരിഫറലി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ.